ഗൈസ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. നമുക്ക് അടിപൊളി ഒരു പോക്കറ്റ് ഷവർമ റെഡിയാക്കി എടുത്താലോ? നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഷവർമയാണ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്, എല്ലാവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കൊരു കുക്കറിലേക്ക് 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ. ഈ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. അപ്പൊ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഏകദേശം ഒരു ഫിസിലോടുകൂടി തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി കിട്ടും. അപ്പോഴത്തേനും നമുക്ക് ബ്രെഡ് പോക്കറ്റ് ഷവർമയ്ക്കുള്ള ബ്രെഡ് എടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇനി നമ്മളൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നല്ല ക്രീമി ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ ബ്രെഡിന്റെ 4 സൈഡിലും നല്ല രീതിയിൽ ഇതങ്ങ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സെന്റർ ഭാഗത്ത് തേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ 4 സൈഡിലും മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ബ്രെഡിന്റെ പുറത്തേക്ക് അടുത്ത ബ്രെഡും കൂടെ എടുത്തു വെച്ച് ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം നമ്മൾ 5 ബ്രെഡ്, അതായത് 5 സെറ്റായി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനൊപ്പം തന്നെ 2 മുട്ടയാണ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ടോട്ടലി 3 മുട്ട എടുക്കുന്നുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ 2 മുട്ട ഒഴിച്ചിട്ടാണ് നല്ല മിക്സ് ആക്കി നോക്കുന്നത്. അപ്പൊ മിക്സ് ആക്കി നോക്കിയപ്പോൾ കുറച്ചും കൂടി ഇത് വേണമെന്ന് തോന്നിയതുകൊണ്ട് 1 മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ 2 മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് മിക്സ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും ഇത് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഉപ്പ് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കുക. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ ഹാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2 മുട്ടയാണ് ആദ്യം നമ്മൾ ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് നമ്മൾ മൂന്നാമത്തെ മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മുടെ മുട്ട മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഫുള്ള് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബ്രെഡ് ക്രംസ് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ബ്രെഡ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ പൊടിഞ്ഞു പോകാതെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് വീണ്ടും ആ ഒരു മിക്സ് നമുക്ക് വീണ്ടും നമ്മുടെ ഫ്രൈ പാനിലിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതുപോലെ ചെയ്തെടുത്ത ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഇത്. ഇനി അപ്പൊ നമുക്ക് ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ 5 ബ്രെഡും അതുപോലെ 5 സെറ്റ് ബ്രെഡും നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്കിനി ഫ്രൈ ആക്കി എടുക്കണം. അപ്പൊ അതിനു മുന്നേ നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് ഓയിൽ ഒന്ന് എന്തായാലും ചൂടാക്കാനായിട്ട് വെച്ചു കൊടുക്കാം. നമുക്കിത് ഫ്രൈ ആക്കേണ്ട ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു കൊടുക്കാം. കാരണം നമ്മൾ കുറേ അധികം ഓയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ചൂടാവാൻ. അപ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. നമ്മുടെ കുക്കറിൽ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ചിക്കൻ നമുക്കിനി എടുത്തിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ നമ്മളൊരു ബൗളിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതിനെ ചെറിയതായിട്ട് ഇങ്ങനെ കീറിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായാലും നമുക്ക് മിക്സിയിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ചെറുതായി പോവും. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ കിട്ടും. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നല്ലത്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള മയോണൈസ് റെഡിയാക്കണം. ഒരു 3-4 വെളുത്തുള്ളിയും 1 മുട്ടയുമാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ മയോണൈസ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1/2 കപ്പ് 3/4 കപ്പോളം സൺഫ്ലവർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ അടിപൊളിയായിട്ടുള്ള മയോണൈസ്, ക്രീമി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടല്ലോ, നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതിന് കുറച്ച് ക്യാബേജും സവാളയും ആവശ്യമാണ്.
അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്യാബേജ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സവോളയും, ഒരു സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതും കൂടി അതിവിടേക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ സവാളയും ക്യാബേജും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനും സവാളയും ക്യാബേജും ഒരുമിച്ച് മിക്സ് ആക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കുറച്ച് മയോണൈസും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ആക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരു 2-3-4 ടേബിൾ സ്പൂണോളം മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 മണിക്കൂർ കൂടുതലൊന്നും നിങ്ങളിത് വെച്ചിരുന്ന് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പം 3 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ എടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ ചിക്കനകത്തും അതുപോലെ തന്നെ മയോണൈസിലും ഉപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപ്പിന്റെ ആവശ്യം വരുന്നില്ല. വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമ്മൾ നന്നായിട്ട് തന്നെ ഇതിന്റെ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. നമ്മൾ പുറത്തുള്ള കോട്ടിങ് മുട്ടയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് സമയമൊന്നും ഇട്ട് ഇതിനെ കരിച്ചൊന്നും കളഞ്ഞേക്കരുത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെഡ് എല്ലാം നല്ലതുണ്ട് ഫ്രൈ ആക്കി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ അല്ല, സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ. അപ്പൊ മാക്സിമം സൺഫ്ലവർ ഓയിൽ തന്നെ ചെയ്യാൻ നോക്കുക. കോക്കനട്ട് ഓയിൽ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ടേസ്റ്റ് വൈസ് ഇത് മാറും കേട്ടോ. അപ്പം സൺഫ്ലവർ ഓയിലാണ് നമുക്ക് കൂടുതലും നല്ലത്. അപ്പൊ നമ്മളെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഇതിന്റെ സെന്റർ കൂടെ കട്ട് ചെയ്യാം കേട്ടോ. ഓരോന്നും 2 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ വേണ്ട ഇതുപോലെ നമ്മുടെ സെന്റർ ഭാഗം ഒന്ന് തുറന്നു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കന്റെ മിക്സ് ഇതിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ വേണ്ട ഇതുപോലെ സ്പൂൺ കൊണ്ട് സെന്റർ ഭാഗത്തൊന്ന് കുറച്ച് ഹോള് വലുതാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സും കൂടെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ചിക്കന്റെ ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഇനബിൾ ചെയ്യാൻ മറക്കരുത്. അത് ഇനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഷവർമയാണ്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.